വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ആൻഡ് കൈനറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് ആണ്. സോ ബേസിക്കലി നമുക്ക് കൈനറ്റിക് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷർ, ഡിഫ്യൂഷൻ ആൻഡ് സെഡിമെന്റേഷൻ, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ലൈക്ക് ഫിനോമിനാസ് പഠിക്കുന്നുണ്ട്, ടിൻഡൽ എഫക്റ്റ്, ബ്രൗൺ മൊമെന്റ് പഠിക്കുന്നുണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല സീറ്റ പൊട്ടൻഷ്യൽ പോലുള്ള ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ടിൻഡൽ എഫക്റ്റ്? സോ ടിൻഡൽ എഫക്റ്റ് നമ്മൾ ബേസിക്കലി ലൈറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രൂ സൊല്യൂഷനെ വരെയാണ് പറയാൻ പോകുന്നത്. ഒരു ട്രൂ സൊല്യൂഷനിലേക്ക് നമ്മളൊരു സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് കടത്തി വിടുവാണെന്നുണ്ടെങ്കിൽ ഈസ് നോട്ട് വിസിബിൾ അഗെയിൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് പറ്റില്ല. ദ പാർട്ടിക്കിൾസ് ടു സ്മോൾ ടു സ്കാറ്റർ ലൈറ്റ് എഫക്റ്റീവ്ലി. അപ്പോൾ ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ട്രൂ സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്, ഒരു ബീം ഓഫ് ലൈറ്റ് കടത്തി വിടുവാണ് ആൻഡ് നോട്ട് വിസിബിൾ അഗെയിൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പാർട്ടിക്കിൾസ് ആർ ടു സ്മോൾ ടു സ്കാറ്റർ ലൈറ്റ് എഫക്റ്റീവ്ലി. സോ ഇനി കൊളർഡ് സൊല്യൂഷൻ ആണ്, കഞ്ഞിവെള്ളം പോലുള്ള ഒരു കൊളർഡ് സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക, CS ആണെന്ന് വിചാരിക്കുക. ദ പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് വിസിബിൾ ആൻഡ് സ്കാറ്റർഡ്. ഈ ലൈറ്റ് കടന്നു പോകുന്നത് നമുക്ക് കറക്റ്റ് എങ്ങനെയാണെന്ന് കാണാനായിട്ട് പറ്റും. അത് മാത്രമല്ല ഫോമിങ് എ ഷാഡോ ഓർ കോൺ അഗെയിൻ ദ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഒരു ഷാഡോ ഫോം ചെയ്യും. അത് മാത്രമല്ല നമുക്കത് കാണാനും പറ്റും. ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ ക്രോൾ പാർട്ടിക്കിൾ ഈസ് കോൾഡ് എ ടിൻഡൽ എഫക്റ്റ്. അപ്പം ഈ സ്കാറ്ററിങ്, അതായത് ഈ ലൈറ്റിൻ്റെ സ്കാറ്ററിങ്, ഈ കോൾ പാർട്ടിക്കിൾസിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്കാറ്ററിങ്ങിനാണ് നമ്മൾ എന്ത് പറയുക, ടിൻഡൽ എഫക്റ്റ്. അപ്പം മറന്നു പോകരുതല്ലോ. അപ്പം കൊളർഡ് സൊല്യൂഷൻ ഉണ്ട്, പാത്ത് ഓഫ് ലൈറ്റ് കടത്തി വിടുന്നു, നമുക്ക് ഷാഡോ കാണാൻ പറ്റും, സ്കാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയുക, ടിൻഡൽ എഫക്റ്റ്. ട്രൂ സൊല്യൂഷനിലൂടെ കടന്നു പോവില്ല, ബിക്കോസ് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്മോൾ പാർട്ടിക്കിൾസിന് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ടിൻഡൽ ബീം? ദ ഇലൂമിനേറ്റഡ് ബീം ഓർ കോൺ ഫോംഡ് ബൈ കോൾ പാർട്ടിക്കിൾസ് ആണ് ടിൻഡൽ ബീം. അതായത് നമുക്ക് ഈ ലൈറ്റ് കടത്ത് പോകുമ്പം നമുക്കൊരു ഇലൂമിനേറ്റഡ് ബീം കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് നമുക്ക് ബീം നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുക, ടിൻഡൽ കോൺ അല്ലെങ്കിൽ ടിൻഡൽ ബീം എന്ന് പറയുക. ദിസ് എഫക്ട് ഒക്കേഴ്സ് ഡ്യൂ ടു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഇൻ ഓൾ ഡിറക്ഷൻ ബൈ കോൾ പാർട്ടിക്കിൾ. ഈ കോൾ പാർട്ടിക്കിൾ ഉള്ളത് കൊണ്ട് എല്ലാ ഭാഗത്തും ലൈറ്റ് പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു ബീം നമുക്ക്, ടിൻഡൽ ബീം നമുക്ക് കാണാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. മറന്നു പോകരുത്, ദിസ് ഇസ് കോൾഡ് ടിൻഡൽ ബീം. അപ്പോൾ ഒരു ബീമോ അല്ലെങ്കിൽ കോൺ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോ കൈനറ്റിക് പ്രോപ്പർട്ടീസ് എന്താണ്? ദ ഫസ്റ്റ് വൺ ഈസ് ബ്രൗണിൻ മോഷൻ. എന്താ ബ്രൗണിൻ മോഷൻ? റാൻഡം കൊളിഷൻ ബിറ്റ്വീൻ കോളർ പാർട്ടിക്കിൾ ആൻഡ് മോളിക്യൂൾ ഓഫ് ഡിസ്പേഴ്സ് മീഡിയം റിസൾട്ടിങ് ഇറഗുലർ സിക്സാക് പാറ്റേൺ. അതായത് ഈ നമ്മളെ കൊളിഷൻ നടക്കുന്നത്, കോളർ പാർട്ടിക്കിൾസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡംലി കൊളിഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, റാൻഡംലി മൂവ്മെന്റ് നടക്കുന്നു. അത് മോളിക്യൂൾസ് ഒക്കെ ഡിസ്പേർഷൻ മീഡിയം ആയിരിക്കും. ഇറഗുലർ ആയിട്ടുള്ള ഒരു സിക്സാക് പാത്വേ ഉണ്ടാവും, ഒരു സിക്സാക് പാത്വേ ഉണ്ടാകും എന്നുള്ളതാണ്. റാൻഡം കൊളിഷൻ ബിറ്റ്വീൻ കോൾ പാർട്ടിക്കിൾ ആൻഡ് മോളിക്യൂൾസ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം റിസൾട്ടിങ് ഇൻ ഇറഗുലർ സിക്സാക് പാത്ത്. സോ നെക്സ്റ്റ് വൺ ഇസ് ഡിഫ്യൂഷൻ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ്മെന്റ് നടക്കുവാണ് ഡ്യൂ ടു ബ്രൗണിൻ മോഷൻ. ബ്രൗണിൻ മോഷൻ ഉള്ളത് കൊണ്ട് ഹയർ ടു ലോവറിൽ നിന്ന് മോളിക്യൂൾസിന് മൂവ്മെന്റ് നടക്കുന്നു, അത് നിങ്ങൾക്ക് അറിയാം. നെക്സ്റ്റ് വൺ ഇസ് ഓസ്മോട്ടിക് പ്രഷർ ആണ്. അത് നിങ്ങൾക്ക് അറിയാം. എന്താണ് പ്രഷർ? ഒരു പ്രഷർ നമുക്ക് ആവശ്യമാണ്. ഒരു സെമി പെർമൽ മെംബ്രെയിനിലൂടെ എന്ത് ചെയ്യുന്നു, മോളിക്യൂൾസ് കടന്നു പോവുകയാണ് ചെയ്യുക. മിക്കവാറും അത് പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഹയർ സോളിഡ് കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലാകാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്, പ്രഷർ അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് സെഡിമെന്റേഷൻ വിസ്കോസിറ്റി, ഓൾറെഡി നമ്മൾ സെഡിമെന്റേഷൻ വിസ്കോസിറ്റി നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞതാണ്, അപ്പോൾ അത് വീണ്ടും ഞാൻ പറയുന്നില്ല. ഗ്രാവിറ്റേഷണൽ സെറ്റിൽമെന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ ഇതൊക്കെ ഒരു ജസ്റ്റ് പോയിന്റ്സ് ആണ്, നമ്മളിത് ഫർദർലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. സോ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുക, റെഫറൻസ് നോട്ടും കൂടെ വായിക്കുക കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബ്രൗണിൻ മോഷൻ ഇൻ ഡീറ്റെയിൽ. സോ ഒബ്സർവേഷൻ പറയുവാണെങ്കിൽ colored particle up to 0.5 μm in diameter can be observed under microscope or ultra microscope revealing erratic motion. So basically 0.5 μm ഉള്ള പാർട്ടിക്കിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോസ്കോപ്പിലൂടെയോ അല്ലെങ്കിൽ അൾട്രാ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് അറിയാം. Cause random collision with molecule of dispersion medium lead to irregular and complicated zigzag pathway of cold molecules. അപ്പോൾ ഈ മോളിക്യൂൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്കൊരു സിക്സാക് പാത്വേ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. സിഗ്നിഫിക്കൻറ്റ്, ബ്രൗണിൻ മൊമെന്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ സ്റ്റെബിലിറ്റി ആൻഡ് ബിഹേവിയർ ഓഫ് കൊളിഷൻ സിസ്റ്റം. സോ ബേസിക്കലി ഒരു കൊളൽ സിസ്റ്റത്തിനകത്ത് എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട്, എത്രത്തോളം ഡിഫ്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള പ്രോപ്പർട്ടി എങ്ങനെയാണ്, സ്റ്റെബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നവരാണ് ബ്രൗണിൻ മോഷനാണ്. അപ്പം ബ്രൗണിൻ മോഷൻ പ്രോപ്പറാണ് അല്ലെങ്കിൽ ബ്രൗണിൻ മോഷൻ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ സ്റ്റെബിലിറ്റി ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ,
നെക്സ്റ്റ് വൺ ഇസ് ഡിഫ്യൂഷൻ ആണ്. സോ ഫിക്സ് ലോ പറയുന്നുണ്ട്. സോ അതിന് ഫർദർലി അതിനെ ഇലാബറേറ്റ് ചെയ്ത് ഡിറൈവ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളത് റെഫറൻസ് നോട്ടിൽ നോക്കുക. സോ ഫിക്സ് ലോ പറയുന്നത് ഡിസ്ക്രൈബ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. dm/dt ഈസ് ഈക്വൽ ടു ds/dc/dx ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റും എസ് ഏരിയയും dc/dx കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയിരിക്കും. അതായത് ഫിക്സ് ലോയിൽ പറയുന്നത് റേറ്റ് ഓഫ് ഡിഫ്യൂഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ dm/dt ഈ ഫോർമുല എഴുതാൻ ഒരു കാരണവശാലും നിങ്ങൾ മറക്കാതെ dm/dt ഈസ് ഈക്വൽ ടു ds/dc/dx ഒരു കാരണവശാലും മറന്നു പോകരുത് കേട്ടോ. ഇനി സ്റ്റോക്സ് ഐൻസ്റ്റീൻ ഇക്വേഷൻ ഉണ്ട്. ഗീവ്സ് ദ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്. സോ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് പറയുന്നത് d is equal to RT6 nRn ആണ്. സോ R ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഈ R ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അത് ഇപ്പോഴും സെയിം തന്നെ, മാറ്റം ഉണ്ടാവില്ല. T ടെമ്പറേച്ചർ ആണ് കേട്ടോ, ടൈം ആയിട്ട് വിചാരിക്കരുത്. സോ വിസ്കോസിറ്റി ഉണ്ട്. R പാർട്ടിക്കിളിന്റെ റേഡിയസ്, ഈ സ്മോൾ ആർ ഇല്ലേ, അത് നമ്മുടെ പാർട്ടിക്കിൾസിന്റെ റേഡിയസ് ആണ്. പിന്നെ 8 വിസ്കോസിറ്റി ഉണ്ട്. ആൻഡ് n അവഗാഡ്രോ നമ്പർ ആണ് കേട്ടോ. സോ കീ ഫാക്ടേഴ്സ് പറയുവാണെങ്കിൽ ഡിഫ്യൂഷൻ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പാർട്ടിക്കിളിന്റെ സൈസും അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ടെമ്പറേച്ചർ, പ്രഷർ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഡീൽ ചെയ്യുന്നുണ്ട് ഡിഫ്യൂഷനെ സംബന്ധിച്ച്. അപ്പൊ നമുക്ക് ഇവിടെ പറയുവാണെങ്കിൽ ഡിഫ്യൂഷൻ വെലോസിറ്റി ഇൻക്രീസ് വിത്ത് റെഡ്യൂസ്ഡ് പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ. അപ്പം ഡിഫ്യൂഷൻ വെലോസിറ്റി ആണ് ഇൻക്രീസ്ഡ് വിത്ത് റെഡ്യൂസ്ഡ് പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഹയർ ടെമ്പറേച്ചർ, ബട്ട് ഡിക്രീസ് വിത്ത് ഇൻക്രീസിങ് വിസ്കോസിറ്റി ഓഫ് ദ മീഡിയം. ബട്ട് എങ്ങനെയാണ് ഡിക്രീസിങ് വിത്ത് ഇൻക്രീസിങ് വിസ്കോസിറ്റി മീഡിയത്തിന്റെ വിസ്കോസിറ്റി കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഡിഫ്യൂഷൻ ജസ്റ്റ് നോക്കുമ്പം ഫിക്സ് ലോയും സ്റ്റോക്സും ജസ്റ്റ് മറന്നു പോകരുത്, നിർബന്ധമായിട്ട് അത് പഠിക്കണം കേട്ടോ. ബിക്കോസ് അതിന്റെ ഡിറൈവേഷൻ നമ്മൾ റെഫറൻസിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് ഓസ്മോട്ടിക് പ്രഷർ ആണ്. സോ ബേസിക്കലി ഓസ്മോട്ടിക് പ്രഷർ ഒരു എക്സ്റ്റേണൽ പ്രഷർ ആണ്. സോ സോൾവെന്റ് മൂവ്മെന്റ് ഒരു സെമി പെർമൽ മെമ്പറിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷനിലേക്കായിരിക്കും, ഇൻ ടു റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേറ്റ് സൊല്യൂട്ടിലായിരിക്കും. പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ലോവർ ടു ഹയർ ആയിരിക്കില്ല, പ്രഷർ ഉള്ളത് കൊണ്ട്. പ്രഷർ ഇല്ലെങ്കിൽ പാസീവ് ആണ്, അത് വെറും ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് ഡിഫ്യൂഷൻ എന്ന് പറയാം. സോ ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് പറയുന്നത്. സോ വാൻ ഹോസ് ഇക്വേഷൻ പറയുന്നുണ്ട്, ഫോർ ഡൈല്യൂട്ട് കൊളോയിഡ് സൊല്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ pi is equal to CRT, where C is molecular concentration, R is gas constant and T is temperature. ഇത് ഡൈല്യൂട്ട് കൊളോയിഡ്സ് ആണ് വരുന്നതെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഇംപ്ലൈ ചെയ്യുന്ന ഫോർമുലയാണ് പറയുന്നത്. ഇനി മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം? ദ വാട്ട്സ്-ഹോൺസ് ഇക്വേഷൻ ക്യാൻ ബി യൂസ് ടു കാൽക്കുലേറ്റ് ദ മോളിക്കുലർ വെയിറ്റ് ഓഫ് കൊളോയിഡ് ഇൻ ഡൈല്യൂട്ട് സൊല്യൂട്ട്. അതായത് ഇപ്പോൾ നമ്മളിൽ ഡൈല്യൂട്ട് സൊല്യൂട്ട് ആണ് ഉള്ളതെങ്കിൽ അതിലുള്ള മോളിക്യൂൾസിന്റെ വെയിറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഈ pi is equal to CRT എന്ന് പറയുന്ന ഈക്വേഷൻ ആയിട്ടുള്ള വാൻ ഹോസ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുക എന്താണ് ഓരോ സംഭവം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ സെഡിമെന്റേഷൻ ആണ് ഇവിടെ സ്റ്റോക്സ് ലോ പറയുന്നുണ്ട്. സ്റ്റോക്സ് ലോ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ബേസിക്കലി ഇത് ഫോർമുല വരുന്നത് V is equal to 2r² റോ മൈനസ് റോ 0 ബൈ G ബൈ 9 η0 ആണ് വരുന്നത്. സോ ഇവിടെ ഇവിടെ ആണെങ്കിൽ റോയും റോ 0യും ഡെൻസിറ്റി ഓഫ് പാർട്ടിക്കിൾസും മീഡിയം ആണ് പറയുന്നത്. G ഗ്രാവിറ്റിയും ആൻഡ് ഈറ്റ എന്ന് വെച്ചാൽ മീഡിയം വിസ്കോസിറ്റിയാണ് പറയുന്നത്. സോ സ്റ്റോക്സ് ലോന്റെയും ഡിറൈവ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇനി അങ്ങോട്ട് നിങ്ങൾ സ്റ്റോക്സ് ലോ നിങ്ങൾ പഠിക്കും കേട്ടോ. ഇവിടെ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ളതിലൊക്കെ ഒരുപാട് സ്റ്റോക്സ് ലോനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാര്യം അങ്ങോട്ട് ഇനി ഇപ്പോൾ നമ്മൾ സസ്പെൻഷനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്റ്റോക്സ് ലോ ഒക്കെ വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ എന്നാലും ഡിറൈവ് ചെയ്ത് നോക്കി വെക്കുക. ബിക്കോസ് ഇറ്റ്സ് വെരി വെരി സിഗ്നിഫിക്കൻറ്റ് ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് സെൻസ് ഇവിടെ ചോദിക്കത്തില്ല. ബേസിക്കലി ഇവിടെ ചോദിക്കുമ്പം എങ്ങനെയാണ് ചോദിക്കുക? അതായത് എങ്ങനെയാണ് സെഡിമെന്റേഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഡിഫ്യൂഷൻ എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ എന്താണ്, അല്ലെങ്കിൽ ഈ കൊളോയിഡ്സിന്റെ ക്യാരക്ടേഴ്സ് എന്താണ്, അല്ലെങ്കിൽ കൈനറ്റിക് പ്രോപ്പർട്ടി. ഡയറക്റ്റ്ലി എനിക്ക് ക്വസ്റ്റ്യൻ വരും, വാട്ട് ആർ ദ കൈനറ്റിക് പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡ്സ് എന്ന് വരുമ്പോഴത്തേക്ക് നമ്മളിത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കൈനറ്റിക് പ്രോപ്പർട്ടി ഓഫ് എനി വൺ എന്നേ പറയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് ഉണ്ടാവും, അപ്പോൾ നമുക്ക് എഴുതാനുണ്ടാവും കേട്ടോ. സോ ലിമിറ്റേഷൻ ഉണ്ട്. ബ്രൗണിൻ മോഷൻ ബിക്കം സിഗ്നിഫിക്കൻറ്റ് ഫോർ പാർട്ടിക്കിൾ സ്മോളർ ദാൻ 0.5 μm ഓഫ്സെറ്റിംഗ് ഗ്രാവിറ്റേഷൻ സെഡിമെന്റേഷൻ. സോ ബ്രൗണിൻ മോഷൻ എപ്പോഴും നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആവുക, അല്ലെങ്കിൽ 0.5 μm ഉള്ള പാർട്ടിക്കിളിന് മാത്രമേ ബ്രൗണിൻ മോഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ
ബാക്കിയുള്ള നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ സെഡിമെന്റേഷൻ പറയുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ് കേട്ടോ. സോ അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ആണ്. സ്ട്രോങ് ഫോഴ്സ് ആർ അപ്ലൈഡ് യൂസിങ് അൾട്രാ സെൻട്രിഫ്യൂഗേറ്റ് ടു സെഡിമെന്റ് സ്മോളർ കോളഡ് പാർട്ടിക്കിൾ. സോ നമുക്ക് സെഡിമെന്റേഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെ സെഡിമെന്റേഷൻ ചെയ്യാം? അതായത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കുക. അൾട്രാ സെൻട്രിഫ്യൂജ്, നമുക്ക് സെൻട്രിഫ്യൂജ് അറിയാലോ അല്ലെ, ഇങ്ങനെ ഒരുപാട് ടെസ്റ്റ് ട്യൂബ്സ് വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ സ്പീഡിൽ കറങ്ങും, അപ്പൊ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ താഴേക്ക് വരുന്നു അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നത്. സോ ലിമിറ്റേഷൻ ഒറ്റ എണ്ണല്ലോ, ബ്രൗണിയൻ മോഷൻ നമുക്ക് എന്താണ്, പാർട്ടിക്കിൾ സ്മോളർ ദാൻ 0.5 μm ആണ്. ഓഫ്സെറ്റിംഗ് ഗ്രാവിറ്റൽ സെഡിമെന്റേഷൻ. അപ്പം ഈ ഒരു 0.5 ശേഷമുള്ളതിൽ മാത്രമേ ബ്രൗണിയൻ മൂവ്മെന്റ് പറയാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ സെഡിമെന്റേഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണെന്നുള്ളതാണ്. സോ അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെഡിമെന്റേഷൻ നമുക്ക് വളരെ സിസ്റ്റത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. സോ സ്റ്റോക്സിൽ നോക്കുക, ഡെറിവേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ വിസ്കോസിറ്റി ഓഫ് കൊളോയിഡ് ഡിസ്പേർഷൻ കൊടുത്തിട്ടുണ്ട്, ഇക്വേഷൻസും ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കി വെക്കുക, 2-3 നോക്കി വെക്കുക, പറ്റുന്നൊക്കെ മാക്സിമം നോക്കി തന്നെ എഴുതി എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് പഠിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രിൻസിക് വിസ്കോസിറ്റി ആൻഡ് പോളിമർ മോളിക്കുലർ വെയിറ്റ് ആണ്. അവിടെ നമുക്ക് കുറച്ച് ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഹഗ്ഗിൻസ് ഇക്വേഷനും ഉണ്ട്, മാർ ഹൗവിൻസ് ഇക്വേഷൻസും ഉണ്ട്. സോ ഹഗ്ഗിൻസ് ഇക്വേഷൻ പറയുവാണെങ്കിൽ റോ എസ് പി ഡിവൈഡ് ബൈ സി ഈസ് ഈക്വൽ ടു, സോറി ഈറ്റ ആണ്, ഈറ്റ ഐ പ്ലസ് കെ ഈറ്റ ഐ സ്ക്വയർ സി, വേറെ ഈറ്റ ഐ എന്ന് വെച്ചാൽ ഇൻട്രിൻസിക് വിസ്കോസിറ്റി ആൻഡ് കെ ഈസ് എൻ കോൺസ്റ്റന്റ്. സോ കെ എപ്പോഴും കോൺസ്റ്റന്റ് ആണല്ലോ, എപ്പോഴും അങ്ങനെയാണല്ലോ. ഇക്വേഷൻസ് കാണാതെ പഠിച്ചേ പറ്റൂ, വേറെ ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഇക്വേഷൻസ് കാണാതെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ഇസ് മാർക്ക് ഹോവിൻസ് ഇക്വേഷൻ ആണ്. ഈറ്റ ഐ ഈസ് ഈക്വൽ ടു കെ എം എ. ഇവിടെ കെ എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്. K and A are constant specific to a polymer solvent system. Polymer solvent systemത്തിലെ കോൺസ്റ്റന്റ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിനേഷൻ ആണ്. നമ്മൾ എങ്ങനെയാണ് മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഇൻട്രിൻസിക് വിസ്കോസിറ്റി ക്യാൻ ബി യൂസ് ടു കാൽക്കുലേറ്റ് അപ്രോക്സിമേറ്റ് മോളിക്കുലർ വെയിറ്റ് ഓഫ് പോളിമർ യൂസിങ് മാർക്ക് ഹോക്കിൻസ് ഇക്വേഷൻ. സോ ഈ മാർക്ക് ഹോക്കിൻ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻട്രിൻസിക് വിസ്കോസിറ്റി ഓഫ് പോളിമേഴ്സിന്റെ മോളിക്കുലർ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്തിനാ ഈ കോപ്പ് പഠിക്കുന്നത്? ബേസിക്കലി ഇൻട്രിൻസിക് വിസ്കോസിറ്റി ഓഫ് പോളിമേഴ്സിന്റെയും നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഇൻട്രിൻസിക് വിസ്കോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, ലൈക് ബേസിക്കലി ഓൺ പോളിമേഴ്സിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് മാർക്ക് ഹോക്കിൻസ് ഇക്വേഷൻ. സോ അങ്ങനെ എടുത്ത് ചോദിക്കില്ല, ഡിറൈവ് ചെയ്യൂ എന്നും പറഞ്ഞ് ചോദിക്കേണ്ടാവില്ലേ. സോ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഈ മാർക്ക് ഹോക്കിൻസ് ഇക്വേഷൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. So electrical properties of colloids. The first one is surface ionization. So change controlled by ionization of surface group carboxyl and amino group in protein. അതായത് ചാർജുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അയോണൈസേഷൻ ഓഫ് സർഫസ് ഗ്രൂപ്പ്സ് ആണ്. ഏതൊക്കെയാണോ അതിന്റെ സർഫസ് ഗ്രൂപ്പുകൾ ഉണ്ടാവുക അതിന്റെ അയോണൈസേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, എപ്പോഴും ചാർജ് കൺട്രോൾ ചെയ്യുന്നത്. എക്സാമ്പിൾ കാർബണൈൽ ആൻഡ് അമിനോ ഗ്രൂപ്പ് ഇൻ പ്രോട്ടീൻ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് അയൺ അഡ്സോർപ്ഷൻ ആണ്. സർഫസ് ഓഫൺ നെഗറ്റീവ്ലി ചാർജ് due to preferential adsorption or less hydrated anion. എന്താണ്, surfaces often negatively charged due to preferential adsorption of less hydrated anion. So ion adsorption ആണ് കേട്ടോ, അബ്സോർപ്ഷൻ അല്ലേ. സോ സർഫസിൽ മിക്കവാറും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസുകൾ കാണും ഡ്യൂ ടു എന്താണ്, പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് ലെസ് ഹൈഡ്രേറ്റഡ് അയോൺസ്. സോ ലെസ് ഹൈഡ്രേറ്റഡ് അയോൺസിന്റെ അബ്സോർപ്ഷൻ കുറവായത് കൊണ്ട് തന്നെ നെഗറ്റീവ്ലി എന്ത് ചെയ്യും, ചാർജസുകൾ അവിടെ അവൈലബിൾ ആകും എന്നുള്ളതാണ് സർഫസിൽ കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇലക്ട്രിക് ഡബിൾ ലെയർ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺ നിയർ ചാർജ് സർഫസ്. സോ അയൺസുകൾ നമ്മുടെ ചാർജ് സർഫസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൺസിസ്റ്റിംഗ് ഓഫ് ടൈറ്റ് ബൗണ്ട് ലെയർ ആൻഡ് ഡിഫ്യൂസ് ലെയർ. അതുകൊണ്ട് തന്നെ ടൈറ്റ് ബൗണ്ട് ലെയറും ഡിഫ്യൂസ് ലെയറും ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഡബിൾ ലെയർ ഫോം ചെയ്യുന്നത് കേട്ടോ. സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺസ് നിയർ ചാർജ്ഡ് സർഫസ്. ഒരു ചാർജ് സർഫസ് ആണെങ്കിൽ അയോൺസ് എന്ത് ചെയ്യുന്നു, നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അങ്ങനെ ടൈറ്റ്ലി ബൗണ്ട് ലെയർ ഫോം ചെയ്യുന്ന ഡിഫ്യൂസ് ലെയർ ആണ്. അതാണ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ചാർജ് ഉള്ളത് കൊണ്ടാണ് അവിടെ ഡബിൾ ലെയർ ഫോം ചെയ്യുന്നത്. ഈ അയൺ അബ്സോർപ്ഷൻ എങ്ങനെയാണ്, സർഫസ് ഓഫൺ നെഗറ്റീവ്ലി ചാർജ്. സർഫസ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഡ്യൂ ടു എന്താണ്, പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് ലെസ് ഹൈഡ്രേറ്റഡ് ആനിയോൺ. ലെസ് ഹൈഡ്രേറ്റ് ആനിയോൺ ഉള്ളത് കൊണ്ട് മിക്കവാറും എന്തായിരിക്കും, ഇവിടെ നെഗറ്റീവ്ലി ചാർജ് ആയിരിക്കും. സർഫസ് അയണൈസേഷൻ മനസ്സിലായല്ലോ. ചാർജ്ഡ് കൺട്രോൾഡ് അയോൺസ് സർഫസ് ഗ്രൂപ്പ്സിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ. സോ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ബേസിക് ഐഡിയ എന്താണ്? ദ ഫസ്റ്റ് വൺ ഇസ് ചാർജ് സർഫസ്. സോൾഡ് സർഫസ് വിൽ അഡ്സോർബ് പൊട്ടൻഷ്യൽ ഡിറ്റർമൈനിങ് അയൺ. സോ ബേസിക്കലി കാറ്റയോൺസ് ഒക്കെയാണ് വരിക. സോ ഇവിടെ എന്ത് ചെയ്യും, സോൾഡ് സർഫസ് വിൽ with adsorbed potential determining ions
ആൻഡ് ടൈറ്റ്ലി ബൗണ്ട് ലെയർ ഫോം ചെയ്യുന്നു. അങ്ങനെ ഡിഫ്യൂഷൻ, സെക്കൻഡ് ലെയർ ഡിഫ്യൂസ് ചെയ്യുന്നു. റീജിയൻ വിത്ത് എക്സസ് കൗണ്ടർ അയോൺസ് എക്സീഡിംഗ് ടു ഇലക്ട്രിക്കലി ന്യൂട്രൽ ബൾക്ക് സൊല്യൂഷൻ. സോ ബേസിക് എക്സസ് കൗണ്ടർ അയോൺസ് എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ കൂടുതലായിട്ട് എക്സീഡ് ആവുകയാണ് ചെയ്യേണ്ടാവുക. സോ ഈ പടം വരച്ചില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് വൺ ഇസ് ചാർജ്ഡ് സർഫസ് ആണ്, സോൾ സർഫസ് വിത്ത് അഡ്സോർബ്ഡ് പൊട്ടൻഷ്യൽ ഡിറ്റർമൈനിങ് അയോൺ. സോ ബേസിക്കലി എന്താണ്, സർഫസ് ചാർജ് ആവുകയാണ് ചെയ്യേണ്ടാവുക. രണ്ട് ടൈറ്റ്ലി ബൗണ്ട് ലെയർ റീജിയൻ വിത്ത് കൗണ്ടർ അയോൺസ്. അപ്പോൾ നമുക്ക് ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ കൗണ്ടർ അയോൺ എന്ത് ചെയ്യുന്നു, ഇവിടെ അട്രാക്ട് ചെയ്യുന്നു. സോ ബേസിക്കലി ഇവിടെ സർഫസ് ഉണ്ട്, ഇവിടെ ചാർജ് ഉണ്ട്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയ ചാർജിനെ ഇത് എന്ത് ചെയ്യുന്നു, വലിച്ച് അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടാവുക. കൊണ്ടുവന്ന് കഴിഞ്ഞു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഡിഫ്യൂസ് സെക്കൻഡ് ലെയർ. സോ സെക്കൻഡ് ലെയർ ഡിഫ്യൂസ് ചെയ്യുന്നു. എങ്ങനെയാണ്, റീജിയൻ വിത്ത് എക്സസ് കൗണ്ടർ അയോൺ എക്സ്റ്റെൻഡിങ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രൽ ബൾക്ക് സൊല്യൂഷൻ. സോ പിന്നെ നമുക്ക് എക്സസ് ആയിട്ട് വീണ്ടും നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ട് വീണ്ടും എക്സസ് ആയിട്ട് നമുക്ക് ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ലെയർ ഫോം ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് വൺ സീറ്റ പൊട്ടൻഷ്യൽ ആൻഡ് കളർ സ്റ്റെബിലിറ്റി ആണ്. സോ ബേസിക്കലി സീറ്റ പൊട്ടൻഷ്യലൊക്കെ മിക്കവാറും ഒക്കെ 2 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിച്ച് കാണാറുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് നേഴ്സ് പൊട്ടൻഷ്യൽ. Potential difference between actual soil surface and electrically neutral region of a solution. So actually നമുക്ക് ഉണ്ടാവുന്ന ഒരു സോൾ സർഫസ് ഉണ്ടായിരിക്കും, ആൻഡ് ഇലക്ട്രിക്കലി ന്യൂട്രൽ റീജിയൻ ഓഫ് എ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അത് രണ്ടും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, നേഴ്സ്റ്റ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് സീറ്റ പൊട്ടൻഷ്യൽ. Potential difference between surface of tightly bound layer and electrically neutral region. ഇവിടെ electrically neutral region ആൻഡ് ടൈറ്റ്ലി ബൗണ്ട് ലെയറും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ സർഫസ് ഓഫ് ടൈറ്റ്ലി ബൗണ്ട് ലെയർ ആൻഡ് ഇലക്ട്രിക്കലി ന്യൂട്രൽ റീജിയൻ ആണ്. ആൻഡ് സ്റ്റെബിലിറ്റി ത്രഷോൾഡ് പറയാം, അഗ്രിഗേഷൻ occurs when theta potential fall below ±30 milliwatt as attractive force excess repulsive force. അതായത് അഗ്രിഗേഷൻ ഉണ്ടാവും. എപ്പോഴും അഗ്രിഗേഷൻ ഉണ്ടാവുന്നത് സീറ്റ പൊട്ടൻഷ്യൽ ഫാൾ ചെയ്യാം, താഴ്ന്നു വരുമ്പോൾ ആസ് അട്രാക്റ്റീവ് ഫോഴ്സ് എക്സസ് റിപ്പൾസീവ് ഫോഴ്സ്. സോ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുകയും അങ്ങനെ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് അട്രാക്റ്റീവ് ഫോഴ്സ് എക്സീഡ് റിപ്പൾസീവ് ഫോഴ്സ്. അട്രാക്റ്റീവ് ഫോഴ്സിൽ നിന്ന് കൂടുകയും അങ്ങനെ ദാറ്റ് റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും വരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. സീറ്റ പൊട്ടൻഷ്യൽ അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ട്. സീറ്റ പൊട്ടൻഷ്യൽ നമുക്ക് ±30 താഴുകയാണ് എന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു, എക്സീഡ് ആവുകയും റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആൻഡ് ഇൻഫ്ലുവൻസിങ് ഫാക്ടർ പറയുവാണെങ്കിൽ സീറ്റ പൊട്ടൻഷ്യൽ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇലക്ട്രിക് കോൺസെൻട്രേഷൻ. സീറ്റ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. എങ്ങനെ, ഇൻക്രീസ്ഡ് ഇലക്ട്രിക് കോൺസെൻട്രേഷൻ ഓർ ഹൈ ബാലൻസി ഓഫ് കൗണ്ടർ അയൺ. സോ ഒന്നെങ്കിൽ കൗണ്ടർ അയോൺസിന്റെ ബാലൻസ് കൂടുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ സീറ്റ പൊട്ടൻഷ്യൽ കുറയും. ഒന്നും കൂടെ പറയാം, സീറ്റ പൊട്ടൻഷ്യൽ കുറയണ എപ്പോഴാണ്, ഇലക്ട്രോലൈറ്റ് കൂടുകയോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴോ അല്ലെങ്കിൽ ഹൈ ബാലൻസ് ഓഫ് കൗണ്ടർ അയൺ. ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിന്റെ അളവ് കൂടുകയാണെങ്കിൽ സീറ്റ പൊട്ടൻഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ളതാണ്. സോ സീറ്റ പൊട്ടൻഷ്യൽ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയേ പറ്റുള്ളൂ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഫിസിക്കൽ സ്റ്റെബിലിറ്റി ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ചാർജ് സ്റ്റെബിലിറ്റി. സോ ബേസിക്കലി നമുക്കൊരു പ്രോപ്പർ ചാർജ്, ഒരു ഈക്വൽ ചാർജിൻ്റെ ആവശ്യമാണ്. ആൻഡ് സ്റ്റിയറിക് സ്റ്റെബിലിറ്റി, സറൗണ്ട് പാർട്ടിക്കിൾസ്, നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ഉണ്ടാവും. സോ മ്യൂച്വൽ അഡ്ഹറൻസിന് വേണ്ടിയിട്ട്. സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ്. സോ ഞാൻ ഒന്നും കൂടെ എടുത്ത് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് വൺ ഈസ് ചാർജ് സ്റ്റെബിലൈസേഷൻ. പ്രൊവൈഡിങ് ഡിസ്പേഴ്സ് പാർട്ടിക്കിൾ വിത്ത് ആൻ ഇലക്ട്രിക് ചാർജ് ടു പ്രിവെന്റ് അഗ്രിഗേഷൻ. അതായത് ഈ കൊളോയിഡ്സ് ചില സമയങ്ങളെല്ലാം കൂടെ ചേർന്ന് വന്ന് ഒട്ടിയിരിക്കാൻ അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ കൊളോയിഡ്സിനും ഓരോ ചാർജ് കൊടുക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ എല്ലാത്തിനും പോസിറ്റീവ് കൊടുക്കുക, അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒട്ടിയിരിക്കത്തില്ല അല്ലേ. അപ്പോൾ ചാർജ് ചെയ്ത് നമുക്ക് സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ പറ്റും. രണ്ട്, സ്റ്റിയറിക് സ്റ്റെബിലൈസേഷൻ. സറൗണ്ടിങ് പാർട്ടിക്കിൾ വിത്ത് എ പ്രൊട്ടക്റ്റീവ് സോൾവെന്റ് ഷീറ്റ് ടു പ്രിവെന്റ് മ്യൂച്വൽ അഡ്ഹറൻസ്. അതായത് ഈ ഓരോ പാർട്ടിക്കിൾസിനും ചുറ്റും ഒരു ഷീറ്റ്, ഒരു അഡ്ഹസീവ് ഷീറ്റ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യില്ല, തമ്മിൽ ഒട്ടിയിരിക്കത്തില്ല, അല്ലെങ്കിൽ വന്ന് എന്ത് ചെയ്യില്ല, ഒട്ടത്തില്ല. അപ്പോൾ പ്രൊട്ടക്റ്റീവ് സോൾവെന്റ് ഷീറ്റ് കൊടുക്കാം. ഇനി ഫോഴ്സ് ബാലൻസ് ആണ്. സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ബാലൻസ് ബിറ്റ്വീൻ വണ്ടർവാൾ അട്രാക്റ്റീവ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ. സോ നമ്മൾ ഇവിടെ ഫോഴ്സ് ബാലൻസ് ചെയ്യും. ഒരേ സമയത്ത് വണ്ടർവാൾ ഫോഴ്സും കൊടുക്കും, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷനും കൊടുക്കും. അപ്പോൾ ഒരു സമയത്ത് ഒട്ടത്തുമില്ല, അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യത്തുമില്ല, ഒരു സമയത്ത് റിപ്പൾസീവ് ആകും. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്റ്റെബിലിറ്റി എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കേസാണ്. സോ അതുകൊണ്ട് വീണ്ടും നമുക്ക് ഫർദർലി പറയണ്ട. നമുക്ക് ഫിസിക്കൽ സ്റ്റെബിലിറ്റി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അറ്റൈൻ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ബേസിക്കലി നമുക്ക് ഒന്നെങ്കിൽ ഒരു ഷീറ്റ് ഫോം ചെയ്യാം, ഇല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരേ സമയത്ത് വണ്ടർവാൾ ഫോഴ്സും അത് മാത്രമല്ല റിപ്പൾസീവ് ഫോഴ്സ് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്.
നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് ഷോൾസ് ഹാർഡ്ലി റൂളാണ് ആൻഡ് കൊയാഗുലേഷൻ ആണ്. സോ ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, എക്സ്ട്രാ ടോപ്പിക് എന്ന് വേണമെന്ന് നമുക്ക് പറയാം. സോ ഷോൾസ് ഹാർഡ്ലി റൂൾ പറയുന്നത് ദ പ്രസിപ്പിറ്റേഷൻ പവർ ഓഫ് ആൻ അയോൺ, ഒരു അയോണിൻ്റെ പ്രസിപ്പിറ്റേഷൻ പവർ ഒരു ഡിസ്പേർഷൻ ഫേസിലാണെങ്കിൽ ഓഫ് ഓപ്പോസിറ്റ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഇൻക്രീസസ്. ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് ചാർജിൻ്റെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസിൽ ഒരു അയണിൻ്റെ പ്രസിപ്പിറ്റേഷൻ പവർ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ വിത്ത് ദ അയൺസ് ബാലൻസ് വെച്ച് കൂടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷോൾസ് ഹാർഡ്ലി റൂൾ എന്ന് പറയാം. ദ പ്രസിപ്പിറ്റേഷൻ പവർ ഓഫ് ആൻ അയോൺ ഓൺ എ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓഫ് ഓപ്പോസിറ്റ് ചാർജ്. അപ്പം ഡിസ്പേഴ്സ്ഡ് ഫേസിൽ ഓപ്പോസിറ്റ് ചാർജ് അയണിൻ്റെ പ്രസിപ്പിറ്റേഷൻ പവർ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ വിത്ത് ദ അയൺസ് ബാലൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷോൾസ് ഹാർഡ്ലി റൂൾ എന്ന് പറയുക. സോ കാറ്റോൺ പ്രസിപ്പിറ്റേഷൻ പവർ ഇങ്ങനെ ഇരിക്കും, അലുമിനിയം Ba എന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനെ കൂടി 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 വരികയാണ് പോവുക. ആനയോൺ പ്രസിപ്പിറ്റേഷൻ പവർ ആണെങ്കിൽ അതും കൊടുത്തിട്ടുണ്ട്. സോ എന്താ കൊയാഗുലേഷൻ മെക്കാനിസം? സോ ബേസിക്കലി ഹൈ ഇലക്ട്രിക് കോൺസെൻട്രേഷൻ റിഡ്യൂസ് ഡബിൾ ലെയർ റിപ്പൾസീവ് ഫോഴ്സ്. അപ്പം ഹയർ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡബിൾ ലെയർ റിപ്പൾസീവ് ഫോഴ്സ് ഇല്ലേ, അതിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുക. അങ്ങനെ അലോയിങ് വാൻഡർ വാൾ അട്രാക്റ്റീവ് ഫോഴ്സ് ടു ഡോമിനേറ്റ് ആൻഡ് കോസ് പാർട്ടിക്കിൾ അഗ്രിഗേഷൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു, വാൻഡർ വാൾ ഫോഴ്സ് കൂടുകയും എല്ലാ പാർട്ടിക്കിളും കൂടെ ഒരുമിച്ച് വന്നിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊയാഗുലേഷൻ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് കൊയാഗുലേഷൻ മെക്കാനിസം. ഒന്നും കൂടെ പറയാം, അതായത് ഓൾറെഡി പാർട്ടിക്കിൾസ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾ തമ്മിലുള്ള വാൻഡർ വാൾ ഫോഴ്സ് കൂടുകയും പാർട്ടിക്കിൾസ് എല്ലാം കൂടെ കൊയാഗുലേറ്റ് അഗ്ലൂമറേറ്റ് ആയിട്ട് നിൽക്കുവാണ് ചെയ്യേണ്ടാവുക. ഓക്കെ അല്ലേ, മനസ്സിലായല്ലേ? ഇനി ഷോൾസ് ഹാർഡ്ലി എന്താ ഞാൻ പറഞ്ഞത്, എസ് എച്ച് റൂൾ എന്താ പറഞ്ഞത്, അതായത് പ്രസിപ്പിറ്റേഷൻ പവർ ഓഫ് അയൺസ് കൂടുകയാണ് ചെയ്യുക ഡിസ്പേഴ്സ്ഡ് ഫേസിൽ ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ ഇൻക്രീസ് വിത്ത് അയൺ ബാലൻസ്. ഓക്കെ അല്ലേ? സോ ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്, എനിക്കറിയാം കുറച്ചധികം കൺഫ്യൂസിംഗ് ആണ്. പക്ഷേ ആ ഒരു ഇക്വേഷൻ ഭാഗം വരുമ്പോൾ സ്റ്റോക്സ് ലോ ആയാലും അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട് വരുള്ളൂ, അല്ലാതെ ഒന്നും വലിയ പ്രശ്നം വരില്ല. എല്ലാം സിമ്പിളാണ്, എളുപ്പമാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.